നിങ്ങൾ റിലേറ്റീവ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് എപ്പോഴും അവരെ വീട്ടിൽ നടക്കുന്ന കാര്യത്തിന് കുറച്ച് ഒരു വിഷമവുമില്ല, പക്ഷെ അടുത്തവരെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ് ഭയങ്കര വിഷമം. കാരണം വെച്ചാൽ അവർ ഫ്രീ സജഷൻസ്, ഫ്രീ അഡ്വൈസസ് ഇങ്ങനെ നമ്മൾ വെതറി അങ്ങ് വിട്ടും. സോ അവർക്ക് എപ്പോഴും അടുത്തവരെ വീട്ടിൽ എന്ത് നടക്കണം എന്നാണ് അവർക്ക് അറിയാനുള്ളത്. മാത്രമല്ല അടുത്തവരെ വീട്ടിൽ പോയിട്ട് ഡിസിഷൻ മേക്കിങ്ങും പ്രധാന പണി ഇവർക്കുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. സോ ഇവർ അടുത്തവരെ വീട്ടിൽ പോയിരുന്നിട്ട് അടുത്തവരെ വീട്ടിൽ എന്ത് നടക്കണം, എന്ത് നടന്നുകൂടാന്നൊക്കെയാണ് ഇവർ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ ദയവ് ചെയ്ത് റിലേറ്റീവ് നിങ്ങൾ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഓടി തള്ളിക്കണം, കണ്ട വഴി ഓടി തള്ളിക്കണം. നിങ്ങൾ മിന്നാൻ പോലെ മാഞ്ഞ് വെക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് നിങ്ങളെ ഫ്രണ്ടിലെങ്ങാനും ഇവരൊന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അഡ്വൈസാണ്. അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്കുള്ള അഡ്വൈസാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിക്ക് അഡ്വൈസാണ്. നമുക്ക് ഫുൾ ദേഷ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തുണ്ടെങ്കിലും റിലേറ്റീവായി പോയില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കേട്ടിരിക്കേണ്ടി വരും. സോ ഇവർ നിങ്ങളെ മുന്നിൽ വന്ന് പെടുവാണെങ്കിൽ ഓടി തള്ളിക്കോണം. നിങ്ങൾ ഇവരെ കണ്ണിലെ പെടാതിരിക്കാനാണ് നിങ്ങൾക്ക് സേഫ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും സക്സസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ കൈ കരുതുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് നമ്മൾ സക്സസ് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും മുഖത്തൊരു ഭാവം വരൂലെങ്കിലും ബാക്കിൽ നിന്ന് വയറിൽ നിന്നൊക്കെ പുകകൾ ഇങ്ങനെ പോകും. അപ്പം നമുക്ക് ഫയറെ വെച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ച് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യണം. നമുക്ക് ഫയറൊക്കെ തീ കെടുത്തി കൊടുക്കണം. സോ നിങ്ങൾ എപ്പോഴും റിലേറ്റീവിൻ്റെ അടുത്ത് നിങ്ങൾ സക്സസ് സ്റ്റോറി പറയാൻ പോവുകയാണെങ്കിൽ എപ്പോഴും ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ നിങ്ങൾ കൈ കരുതുക. ഇന്നൊരു റിലേറ്റീവ് കണ്ടായിരുന്നു. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, മോനെ വയസ്സൊക്കെ ആയില്ലേ, ഒന്ന് നോക്കി തുടങ്ങില്ലേ? അപ്പം ഞാൻ ചോദിക്കുകയാണ്, എടോ തൻ്റെ വീട്ടിൽ എന്നെക്കാൾ 3 വയസ്സ് മൂത്ത ഒരു പയ്യുണ്ട്, അവനെ കെട്ടിച്ചു വിടുള്ളൂ, താൻ എന്തിനാ എടോ എന്നെ കെട്ടിച്ചു വിടാൻ നിൽക്കുന്നേ? ഇയാൾ ആരുടെ? ദയവേത് റിലേറ്റീവ്സ് ഈ ജനറേഷൻ്റെ ഒരു ശാപമാണ്. സോ നിങ്ങൾ റിലേറ്റീവ്സിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഓടി തള്ളുക, റിലേറ്റീവ്സിൻ്റെ കണ്ണിൽ പെടാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് സേഫ്.